എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് ക്യാമറയും എടുത്തുകൊണ്ട് പുറത്തോട്ടൊന്ന് ഇറങ്ങി. മഴ പെയ്ത് ഞാനും ക്യാമറയും എല്ലാം നനഞ്ഞ് കൊമുന്നു ഒരു പൊളിഞ്ഞ കെട്ടിടത്തിൻ്റെ സൈഡിൽ കയറി നിന്നപ്പോഴാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ കഴിഞ്ഞൊരു 3 ഫോട്ടോസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. തൻ്റെ മകനെ നഷ്ടപ്പെട്ട അമ്മ, ആ ഒരു അമ്മ രാത്രിയിൽ കിടന്നുറങ്ങുകയാണ്. സ്വന്തം മകനെ നഷ്ടപ്പെട്ടിട്ട് ഒരുപാട് കാലങ്ങളായി ആ അമ്മ കിടക്കുകയാണ്. പക്ഷേ ആ അമ്മ കിടക്കുന്നതിൻ്റെ നേരെ എതിർവശത്തായിട്ട് ഒരു സോഫയ്ക്കകത്ത് ഒരു കുഞ്ഞിരിക്കുന്നു. ആ ഒരു കുഞ്ഞിനെ സൂക്ഷിച്ച് നോക്കുകയോ സൂം ചെയ്ത് നോക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു കുഞ്ഞൊരിക്കലും ഒരു മനുഷ്യക്കുട്ടിയായിട്ടല്ല, അതൊരു ഒരു ആത്മാവോ സോളോ ആ ഒരു രീതിയിലുള്ള ഒരു കുട്ടിയായിട്ടാണ് ആ ഇരിക്കുന്നത്. ആ കുഞ്ഞ് അമ്മയെ വിട്ട് നഷ്ടമായിട്ടുണ്ടെങ്കിലും ആ കുഞ്ഞിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ ആ കുഞ്ഞ് ഇന്നും ആ അമ്മയെ പിന്തുടരുന്നുണ്ട് പല രൂപത്തിൽ എന്നുള്ളൊരു കോൺസെപ്റ്റിനെ എൻ്റേതായ ശൈലിയിൽ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ക്രിയേറ്റ് ചെയ്ത ഒരു ഇമേജാണ് ഇത്. ഈ ചിത്രത്തിൻ്റെ പിന്നിലുള്ള കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു പുതുതലമുറയിലെ പയ്യൻ, അവരുടെ കയ്യിൽ എപ്പോഴും ഒന്നുകിൽ മൊബൈൽ ഫോണിലെ ക്യാമറ ആയിരിക്കും, അല്ലാന്നുണ്ടെങ്കിൽ DSLR ക്യാമറ ആയിരിക്കും. അത്തരത്തിൽ ഫോട്ടോ എടുക്കാനായി വന്നൊരു ന്യൂജൻ പയ്യൻ, അവൻ്റെ കണ്ണിൽ കണ്ട കാഴ്ചയാണ് നല്ല മഴയും നല്ല കാറ്റുമുണ്ട്. ആ ഒരു സമയത്ത് ആ ഒരു തോണിയിൽ ആ മനുഷ്യൻ സ്വന്തം കുടുംബത്തിന് വേണ്ടി ഇതൊന്നും വകവയ്ക്കാതെ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ അധ്വാനിക്കുന്ന കാഴ്ച അവൻ അവിടെ ഇരുന്നു കൊണ്ട് ആ ഒരു കാഴ്ച, ആ ഒരു മഴയും കാറ്റും വകവയ്ക്കാതെ നോക്കിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വിഷ്വലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇതുപോലെ ക്രിയേറ്റ് ചെയ്യുന്ന ഓരോ ഇമേജസും ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ആയ eyesopen.ea എന്നുള്ള ഇൻസ്റ്റാഗ്രാം IDയിലാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങൾ കൂടെ ചേരുക. ബെൽ നോട്ടിഫിക്കേഷൻ മറക്കാതെ എനേബിൾ ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. നെക്സ്റ്റ് വീഡിയോ കാണാമെന്ന പ്രതീക്ഷയോടെ ഇറ്റ്സ് മീ അൻഷാദ് നിസാർ.